അങ്ങനെ നമ്മൾ ഡിവക്കുട്ടി ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടോ ഒരു 11:30 എത്തിയപ്പോൾ ഉച്ചയ്ക്ക് നല്ല അടാറ് വെയിലായിരുന്നു. നല്ല ക്ഷീണമായിരുന്നു കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പുറത്ത് ഒരു രക്ഷയില്ല. എന്നാലും ക്ലാസ് 11:30 വരെ നല്ലൊരു ടൈമാണ് കൊടുത്തിരിക്കുന്നതും. ഒത്തിരി നേരം കുട്ടികൾ വലയത്തുമില്ല, പിന്നെ അവർക്കും ആ ഒരു ക്ഷീണം കാണില്ലല്ലോ. അപ്പോൾ അവൾക്ക് വന്ന ഉടനെ തന്നെ ഞാൻ കൊടുക്കണ ഒരു എനർജി ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. സൂപ്പറാണ് സംഭവം, സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണം ഒട്ടുമേ കുറവല്ല. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇല്ലെന്നുണ്ടെങ്കിലും ഞാൻ റെഗുലർ ആയിട്ട് ഒരു കഞ്ഞി കുടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, കുത്തരി കഞ്ഞി. ഇപ്പം കഞ്ഞി കുടിക്കുന്നത് കുറവാണ്, ചോറാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ട് തന്നെ കൊടുക്കും. കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ കൊടുക്കുക, നമ്മളും കഴിക്കുക. അപ്പം അവക്കടെ കുപ്പിയാണ്, ഈ കുപ്പി തന്നെ എടുത്ത് വെക്കണം എന്നാണ് എന്നോട് പറയാറുള്ളത് പുള്ളിക്കാരത്തി. അപ്പം ഞാൻ കഞ്ഞിവെള്ളമാണ് ഇവ കുട്ടിക്ക് ആദ്യം തന്നെ കൊടുക്കുന്നത് സ്കൂളിട്ട് വന്നിട്ട്. പിന്നിപ്പം എന്തെങ്കിലും കൊടുക്കണം, രാവിലെ കഴിച്ചിട്ടാണ് പോയത്, ഇനിയിപ്പം എന്തെങ്കിലും ലൈറ്റായിട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പം ഞാൻ എന്തായാലും കൊടുത്തിട്ട് വരട്ടെ കേട്ടോ. സൺസ്ക്രീൻ അത്യാവശ്യ സംഭവം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, റെഗുലറായിട്ട് ഇടുക കേട്ടോ. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ചൂട് വരുമ്പോഴും അല്ലാന്നുണ്ടെങ്കിലും കേട്ടോ. നമ്മൾ ഇൻഡോർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഇൻഡോറൊക്കെ ഇരിക്കുമ്പം ഇൻഡോർ ഇരിക്കുമ്പം ഇതിൻ്റെ ആവശ്യമില്ലെന്ന്. പുട്ടി അടിച്ചിരിക്കുന്ന പോലെ തോന്നല്ലേ, ഇത് ഇത്തിരി ടിൻഡായിട്ടുള്ള സൺസ്ക്രീനാണ് കേട്ടോ, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഒരു ധാരണ നമുക്കുണ്ടല്ലോ, ഈ അകത്തിരിക്കുമ്പോൾ സൺസ്ക്രീൻ വേണ്ട എന്നൊക്കെ ഉള്ള ധാരണ. പിന്നെ എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു, മെസ്സേജ് വന്നത് കൊണ്ട എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഫുൾ കെമിക്കലാണെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്, അതുകൊണ്ടിട്ടാണ് എനിക്ക് ഉപയോഗിക്കാൻ പേടിയിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. സെൻസിറ്റീവ് ഉള്ള സ്കിൻകാരാണെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് അറിയാൻ പറ്റുമല്ലോ, സ്ക്രെൽ എന്ന് പറഞ്ഞ സൺസ്ക്രീൻ ആണ് കേട്ടോ, എനിക്ക് ഡോക്ടർ തന്നതാണ്. അങ്ങനെ പിമ്പിൾ ഇഷ്യൂ കാര്യങ്ങളൊന്നും എനിക്ക് വരുന്നില്ല. എനിക്ക് ഒത്തിരി മുഖത്തൊക്കെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നോക്കിയാൽ അറിയാൻ പറ്റും, കുഞ്ഞിങ്ങനെ. ഇത് മറുകാണ്, അല്ലാണ്ട് ഇങ്ങനെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇങ്ങനെ കുത്തും കാര്യങ്ങളൊക്കെ കണ്ടോ, ഇങ്ങനത്തെ കുഞ്ഞു കുത്തും കാര്യങ്ങളൊക്കെ ഫ്രിക്കിൾസ് ആണ്, അത് പോയില്ല അത്. അപ്പം അതിനും ഫ്യൂച്ചറിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു ഫേസ് വാഷും ഉണ്ട്, അതും എനിക്കിങ്ങനെ വേളാങ്കണ്ണിയിൽ അവിടെയൊക്കെ പോയി വന്നിട്ട് ക്ലൈമറ്റിൻ്റെ ആണോ പെട്ടെന്നൊരു ചേഞ്ച് വന്നതിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ സ്കിന്നിലേക്ക് ഇങ്ങനെ തൊലി ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു ഇത് വന്നു, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ മറ്റേ ഇതായിരുന്നു, ഹിമാലയയുടെ ആയിരുന്നു. എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അത്, പക്ഷെ പെട്ടെന്ന് പറ്റാത്ത രീതിയിലോട്ട് വന്നു. പെട്ടെന്ന് എന്തോ അത് നമുക്ക് സ്കിന്നിന് പറ്റാത്ത രീതിയിൽ വന്നു. അങ്ങനെ ഞാൻ അവിടെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എനിക്ക് ക്ലെൻഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്, അത് ബേബീസിന് പോലും യൂസ് ചെയ്യാമെന്ന്. ഐ മീൻ ബേബീസ് അല്ല, ഇപ്പം സെറയ്ക്കൊക്കെ യൂസ് ചെയ്യാം ആ ഒരു ഫേസ് വാഷ്. ഒരു പ്രശ്നമില്ല, ഒരു സ്മെല്ലും ഇല്ല, ഒന്നുമില്ല. അധികം എന്താ പറയുക ഫോമിങ്ങും അല്ല, അധികം പതഞ്ഞു വരത്തുമില്ല. അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല. അപ്പം ഞാനത് യൂസ് ചെയ്തത് പിന്നെ എൻ്റെ സ്കിന്നിൻ്റെ ആ ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ മാറി. ഞാൻ അത് കാണിച്ചു തരാം ഏതാണ് ഫേസ് വാഷ് എന്ന്. അപ്പോൾ ക്ലെൻഷുവർ അങ്ങനെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ യൂസ് ചെയ്തോ. ഡോക്ടർ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാമല്ലോ, കാരണം എൻ്റെ സ്കിൻ അത്ര സെൻസിറ്റീവാണ്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇട്ടു, മേ ബി പുറത്തോട്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട വരും. അപ്പോൾ അതിന് മുന്നേ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ സൺസ്ക്രീനൊക്കെ എടുത്തിട്ടു. ഇനിയിപ്പോൾ അവർക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ഉച്ചയൂണല്ല, ഇനി 11:45 ആയിട്ടുള്ളൂ. അപ്പോൾ ഇവയ്ക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കട്ടെ, സെറയ്ക്കും എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഇതാണ് കേട്ടോ ആ ഫേസ് വാഷ്, ക്ലിൻഷുവർ ആണ് കേട്ടോ, ക്ലെൻഷുവർ അല്ല ക്ലിൻഷുവർ ആണ്. ഇത് വന്നിട്ട് pH 5.5 ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അലാൻറ്റോയിനും കൊളോയിഡൽ ഓട്ട്മീലും SLS ഫ്രീ, ഫ്രാഗ്രൻസ് ഫ്രീ, സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ ആകുമ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എല്ലാ സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ് ക്ലിൻഷുവർ. ഇതിൻ്റെ വന്നിട്ട് 500 ml ആണ്. 500 ml പ്രൈസ് വന്നിട്ട് 799 ആണ് കേട്ടോ. അത്യാവശ്യം ഉണ്ടാവും. അപ്പം ഞാനും ഈ വ്യക്തിയും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കാരണം വേറെ കെമിക്കൽസ് ഒന്നും കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഹിമാലയ വളരെ ആപ്റ്റായിരുന്നു. എന്താണ് പെട്ടെന്ന് പറ്റിയതെന്ന് അറിയില്ല, ഇവയ്ക്കും പെട്ടെന്ന് തന്നെ സ്കിൻ ഡ്രൈ ആയിട്ടോ. അപ്പം മേ ബി ചിലപ്പോൾ ഞങ്ങളുടെ
എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും എന്താ പറയണത് ഇൻഗ്രീഡിയൻസിന് ചേഞ്ച് വരുത്തിയിട്ടുണ്ടാവും അവർ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റാത്തതുകൊണ്ടിട്ടായിരിക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയാൽ മതി. അപ്പം നമുക്ക് എന്തെങ്കിലും ചിലപ്പം അതിലൂടെ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ പറ്റാത്ത കയറുന്നുണ്ടായിരിക്കാം, അതായിരിക്കാം. അപ്പം ഇതാണ് സംഭവം കേട്ടോ. ക്ലിൻഷർ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കും. ഇങ്ങനത്തെ പ്രശ്നമുള്ളവർ, ഒത്തിരി പറഞ്ഞ പോലെ പിമ്പിളിൻ്റെ ഇഷ്യൂസ് ഉള്ളവരും പിന്നെ അതേപോലെ ഡ്രൈ ആവുന്ന ഇഷ്യൂസ് ഉള്ളവരൊക്കെ യൂസ് ചെയ്തോളൂ, ചേഞ്ച് ഉണ്ടാവുമായിരിക്കാം. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ ഞാൻ കുറേ അങ്ങ് സൺസ്ക്രീനൊക്കെ വാരി പൊറ്റിയത്. കാരണം 1 മണിയാണ്, നല്ല വെയിലാണ്. അപ്പം ഞാനിതിപ്പോൾ കുറച്ച് ദിവസമായി ഇത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നുമല്ല, പിള്ളേർ കളിക്കുമ്പം, പിള്ളേരെന്ന് പറഞ്ഞാൽ സെറക്കുട്ടിയാണ് കേട്ടോ, കളിച്ച് കഴിയുമ്പോഴേക്കും ഈ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെക്കും. വെള്ളം അങ്ങ് ഇരുന്ന് അതിലെന്തോ പിടിക്കും, പായൽ പിടിക്കും. അന്നേരം നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നടക്കൽ വളരെ കുറവാണല്ലോ. അപ്പം ഞാനൊരു ദിവസം കണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി പിന്നെ ആവട്ടെ എന്ന് കരുതി. അപ്പം ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ക്ലാസ് എല്ലാം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിൻ്റെ ദിവസം മുന്നേ വരെ ലേറ്റായിട്ടൊക്കെയാണ് എണീക്കുന്നത്. രാവിലെ ഒരു 10:30-11 മണിയൊക്കെ ആവും. പിന്നെ ആ ദിവസം വളരെ ലെങ്ത്ത് കുറവുള്ളൊരു പോലെ ഫീൽ ചെയ്യുമല്ലോ നമുക്ക് ലേറ്റായിട്ട് എണീക്കുമ്പം. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് സംഭവം സിമ്പിളാണെങ്കിലും ഇത് നമുക്ക് ചെയ്യാൻ പിന്നെ അങ്ങോട്ടൊരു മടി വരും, പുറത്തേക്ക് ഇറങ്ങി ചെയ്യാനൊരു മടി വരും. പിന്നെ ഇപ്പം നേരത്തെ എണീറ്റതുകൊണ്ട് ഇതിനൊക്കത്തിന് സമയമുണ്ട്. അപ്പം ഞാനിത്തിരി മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് സ്ക്രബൊക്കെ ഇട്ടിട്ട് അത് കഴുകി. ആ ബക്കറ്റിൽ പൂപ്പലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ വരെ പോയതല്ലേ, നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു പിമിക് സ്റ്റോൺ ഉള്ളപ്പം നമ്മൾ എന്തിനാ പാർലറിൽ പോണതല്ലേ. നമ്മളുടെ കടപ്പാക്കല്ലിൽ അങ്ങോട്ട് കാലങ്ങോട്ട് ഇട്ട് ഒരയ്ക്കും. എനിക്ക് ചെറുതായിട്ട് ക്രാക്സ് വരുന്നുണ്ടെന്നേ ഇപ്പം. കാരണം ഞാൻ ഉള്ളപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ സാൻഡൽസ് ഇടുമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ക്യാൻവാസാണ് ഇടുന്നത് കാലിൽ കേട്ടോ. കാല് നമ്മൾ അല്ലെങ്കിൽ പിന്നെ അഴുക്കാവല്ലോ. അപ്പം ഞാൻ മറ്റേ സാൻഡൽസൊക്കെ ഇട്ടിട്ട് ഈ പറഞ്ഞതുപോലെ കാലിലെല്ലാം ക്രാക്കാണ്. അപ്പം ഇനിയിപ്പം ക്രാക്ക് കളയണോ ഇനി. അങ്ങനെ ഞാനപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം സെറക്കുട്ടി ഇപ്പം ഒന്നും കഴിച്ചിട്ടില്ല, അവൾക്കുള്ളത് കൊടുക്കണം. പിന്നെ ഇവക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ കഴിച്ചിട്ട് പോയതാണ്. അപ്പോൾ അവൾ പറഞ്ഞു കൊറിയൻ നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. കൊറിയൻ നൂഡിൽസിൻ്റെ ഭയങ്കര വലിയ ഫാനാണ് കേട്ടോ. കൊറിയൻ ചിക്കൻ നൂഡിൽസ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. റെഗുലറായിട്ട് ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഓരോന്ന് വെച്ച് വാങ്ങിച്ചു വെക്കുള്ളൂ. അധികം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളില്ലാത്തപ്പോൾ അത് ഉണ്ടാക്കി കഴിക്കും. കാരണം അത്ര ഹെൽത്തി അല്ലല്ലോ. അപ്പം ഞാൻ ഇടയ്ക്ക് വൺസ് ഇൻ എ വൈൽ എന്നൊക്കെ പറയണ പോലെ ഇടയ്ക്ക് കൊടുക്കത്തുള്ളൂ, എപ്പോഴും കൊടുക്കില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു മസാല സംഭവം ഉഗ്രൻ ടേസ്റ്റാണ്. അതിൻ്റെ വെജ് ഫ്ലേവർ ഭയങ്കര സ്പൈസിയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് മൂക്കിൽ കണ്ണിൽ ഒക്കെ വെള്ളം വരും അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ചിക്കൻ ഫ്ലേവർ എനിക്ക് തോന്നുന്നു വെജിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ അത്ര പ്രശ്നമില്ല അതിൻ്റെ. അങ്ങനെ അവൾക്ക് അത് മതി എന്ന് പറഞ്ഞു അവൾക്ക്. കാരണം രാവിലെ അവൾ കഴിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ വരുമ്പം ചെറിയൊരു തടയിടൽ. അപ്പോൾ പിന്നെ ഇത് മതി തൽക്കാലത്തിൽ, കുറച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് ചോറ് കൊടുക്കാം എന്ന് കരുതി. പിന്നെ വന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട ബുൾസായും വേണം. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ, കോംബോ അതാണ് കൊറിയൻ ചിക്കൻ നൂഡിൽസ് പ്ലസ് എഗ് ബുൾസായി. അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, കവർമ്മ തന്നെ കാണാം ആ എഗ് ബുൾസായി അതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ അവൾക്ക് അങ്ങനെ ഞാൻ ഒപ്പിച്ചു. ഇളയ ആൾക്ക് വന്നിട്ട് ചോറും ചിക്കൻ ഫ്രൈയും കൊടുക്കാമെന്ന് കരുതി, കുറച്ച് നെയ്യിട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ എന്നോട് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നെയ്യും പിന്നെ ചോറും ചിക്കൻ ഫ്രൈയും മതിയെന്ന് സെറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെറക്കുട്ടി മെനു പറയോട്ടോ തലേ ദിവസം, അതനുസരിച്ച് നമ്മൾ കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞതുപോലെ എനിക്ക് പണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, എൻ്റെ മുന്നിലത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും, എനിക്ക് ഏറ്റവും വിയേർഡായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ വറക്കുന്നതാണ്. അവിടെ ഇവിടെയും പൊട്ടി തെറിക്കുകയും ചെയ്യും. എന്നാൽ ഈ ലെഗൊക്കെ വറക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് അങ്ങോട്ട് ഉള്ളു വേവാത്ത പോലെ എന്തൊക്കെയോ തോന്നാറുണ്ട്. പക്ഷെ ഇപ്പം ഈ എയർ ഫ്രയർ വന്നേ പിന്നെ ഉണ്ടല്ലോ, അമ്മാതിരി കാര്യങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടോ. സംഭവം വെച്ച് കൊടുത്താൽ മതിയല്ലോ, 20 മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയാണ്. എങ്കിലും ഒട്ടുമേ തന്നെ എണ്ണയും വേണ്ട. ഞാൻ ചെറുതായിട്ട് ചിലപ്പോൾ ഒലിവ് ഓയിൽ ഇടാറുണ്ട് കേട്ടോ ചില സമയത്ത്. അപ്പം ഇന്നിട്ടിരിക്കുന്ന ആ ചിക്കനിൽ ഞാൻ ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഒലിവ് ഓയിൽ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ. അപ്പോൾ എയർ ഫ്രയർ വന്നപ്പോൾ എനിക്കൊരു ഗുണം കിട്ടി. പിന്നെ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോളാർ വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ഞാൻ അതുകൊണ്ടിട്ടുണ്ടല്ലോ സോളാർ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇൻഡക്ഷൻ കുക്കർ എടുത്ത് വെച്ച് തുടങ്ങി കേട്ടോ. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇൻഡക്ഷൻ കുക്കറിലും ചെയ്യാമല്ലോ. അപ്പോൾ ഗ്യാസ് നമുക്ക് നന്നായിട്ട് ലാഭിക്കാമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഒരു സമാധാനമുണ്ട്. കുറ്റം ഞാൻ കുറേ പറഞ്ഞെങ്കിലും ഇങ്ങനെ ചില സമാധാനങ്ങൾ എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ സെറക്കുട്ടിക്ക് നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ആ നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കും. അല്ലാണ്ട് ചോറിൽ അവൾക്ക് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ കട്ടയിട്ടിരുന്നിട്ട് കാണുന്നത് ആൾക്ക് ഇഷ്ടമല്ല. അപ്പം ഞാനിങ്ങനെ നെയ്യ് മെൽറ്റ് ചെയ്യാൻ വെക്കും.
അപ്പോൾ അതെല്ലാം കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഉറക്കച്ചോവ് മാറിയിട്ടില്ല, ബ്രഷൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുവാണ് പുള്ളിക്കാരത്തി. പിന്നെ ഈ വെക്കേഷൻ ആയതുകൊണ്ട് ഫോൺ അഡിക്ഷൻ ഇത്ര കൂടുതലാണ്. അതുകൊണ്ടിട്ട് അതാണ് ഞാൻ ഇടയ്ക്ക് ക്ലാസ്സൊക്കെ എടുത്ത് വെക്കേഷൻ ക്ലാസ് പോലെ ചെറുതായിട്ടൊക്കെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ അവളുടെ ഒപ്പം രാത്രി കുറച്ച് നേരം കളിക്കാനൊക്കെ ഇരിക്കും ഞാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര അഡിക്റ്റഡ് ആയിപ്പോവും. പിന്നെ ഈ പറഞ്ഞതുപോലെ അപ്പോൾ പറഞ്ഞു ഇത് വേണ്ടാന്ന് പറഞ്ഞു, എന്താ പറയുക, മോരുചാറ് വേണ്ടാന്ന് പറഞ്ഞു, ചിക്കൻ മതി എന്ന് പറഞ്ഞു, ചിക്കനും നെയ്യും മാത്രം മതി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പം ഇവയ്ക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മോരുചാറും പിന്നെ ചിക്കൻ ഫ്രൈയും ചോറും കൂടെ കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അവൾക്കാണെങ്കിലും ക്ഷീണമാണ്, അവൾ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പോയിട്ട് പിന്നെ കിടക്കുവാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ സരക്കുട്ടിക്ക് ഫുഡ് കൊടുക്കണം. പിന്നെ എനിക്കൊന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. കാരണം ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ പുതിയ റൂട്ടീൻ തുടങ്ങിയിരിക്കുവാണ്. 5:30 എണീറ്റത്, 5:30 5:15 എണീറ്റതാണ്. പിന്നെ ഇപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയാലേ ഞാനും ഓക്കെ ആവുള്ളൂ. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരു 5:15 ഞാൻ എണീറ്റതാട്ടോ. രാത്രി ഇന്നലെ എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരു 12 മണി 12:30 ആ സമയമായി. അപ്പം 5:15 എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല എനിക്ക് പ്രോപ്പറായിട്ട്. കാരണം ഇവയ്ക്ക് ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മുടെ റുട്ടീൻസ് എല്ലാം ഷഫിളായി ആകെ. അപ്പം ഇനിയിപ്പം ഒരു എന്താ പറയുക, രാവിലെ തന്നെ കുളിച്ചു, എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഓർഡറായിട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറക്കം ഇല്ലെങ്കിലുണ്ടല്ലോ എൻ്റെ പരിപാടി തീർന്നു. അപ്പം ഞാൻ കരുതി പിള്ളേർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയ്ക്ക് ചോറ് കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. സെറയ്ക്ക് ഞാൻ കൊടുത്തു. സെറ ബ്രഞ്ചായിട്ടാണ് കഴിക്കുന്നത്. ഇവയ്ക്ക് ഇനിയിപ്പോൾ വേണ്ട, കുറെ കഴിഞ്ഞിട്ട് മതി, കറികളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ കരുതി ഒന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങാന്ന് കരുതി. അപ്പം ഞാനിപ്പം ബെഡ് മേക്ക് ചെയ്തിട്ടില്ല. ബെഡ് മേക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ബെഡ് മേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിടക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ തല ഒന്ന് ഓക്കെ ആവുള്ളൂ. ഞാൻ രാവിലെ നൂഡിൽസ് ആണ് കഴിച്ചത് കേട്ടോ. നൂഡിൽസ് കഴിച്ചു, പിന്നെ എന്താ മുട്ട കഴിച്ചു, ആൽമണ്ട് കഴിച്ചു, എല്ലാം കഴിച്ചു. അപ്പം അങ്ങനെയൊക്കെ. നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാ? മക്കൾക്കൊക്കെ വെക്കേഷൻ ക്ലാസ് ഒക്കെ തുടങ്ങിയോ? 9th 10th വെക്കേഷൻ ക്ലാസ് ഉണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ കാലത്ത് 9th ഉണ്ടായിരുന്നില്ല, 10th ഉണ്ടാവുമായിരുന്നു. നമ്മൾ 10th ക്ലാസ്സിലാവുമ്പോൾ വെക്കേഷൻ ക്ലാസ് ഉണ്ടാവുമായിരുന്നു, ഇല്ലാണ്ട് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു 9th 10th ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇനിയിപ്പോ എന്തായാലും ഒന്ന് കുറച്ചു നേരം കിടക്കാം. ഓക്കെ, നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങിയിട്ടൊക്കെ എണീറ്റാൽ മതി. ഓക്കെ. അപ്പം ഞാനെൻ്റെ കാലൊക്കെ ഒന്ന് പിമിക് സ്റ്റോണൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു ക്രാക്കെല്ലാം കുറച്ചിട്ടുണ്ടായിരുന്നു. റെഗുലറായിട്ട് അതിങ്ങനെ നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്താൽ മാത്രമേ പോവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ചെറുതായിട്ട് മാറി. അപ്പം തന്നെ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഇപ്പം ഞാൻ കിടക്കാൻ പോവാണല്ലോ. അപ്പോൾ കിടക്കാൻ പോകുമ്പം നമ്മൾ പിന്നെ അനങ്ങുന്നില്ലല്ലോ, ഒരു മണിക്കൂറൊക്കെ കാലിലങ്ങ് പിടിച്ചോളും ആ ക്രീം. അപ്പോൾ അതിട്ടിരിക്കുവാട്ടോ. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഈ കാലിൽ ക്രാക്ക് വരുന്നത്. എനിക്ക് മാത്രമല്ല ആർക്കും ഇഷ്ടമല്ലായിരിക്കും അല്ലേ? ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യാനാണെന്ന്, എനിക്ക് സാൻഡൽസ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നമുക്കിങ്ങനെ ചുരിദാറിനൊക്കെ മാച്ച് ചെയ്തിട്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതാ പ്രശ്നമൊന്നേ, കാലിപ്പം നമ്മൾ വണ്ടിക്കാണ് നടന്നിരുന്നതെങ്കിലും എൻ്റെ കാലിൽ ക്രാക്ക് വരും. അതുകൊണ്ട് സാമിന് വലിയ താല്പര്യമല്ല എന്നെ സാൻഡൽസ് ഇടിയിക്കുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ സാൻഡൽസ് വാങ്ങും കേട്ടോ. പക്ഷേ ഇതാണ് പ്രശ്നം, പുള്ളി പറയണത് ശരിയാണ്. അപ്പം ഇനി കാലിൽ കുറച്ച് നേരം ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഉറക്കച്ചൊവ്വയും കാര്യങ്ങളൊക്കെ പോകുമല്ലോ. ഇനിയിപ്പോൾ എണീറ്റിട്ട് ആവട്ടെ ബാക്കി പരിപാടിയെന്ന് കരുതി. അങ്ങനെയൊക്കെ. പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2 പേരും അപ്പുറത്തിരുന്ന് TV കാണുന്നുണ്ട്. അവരുടെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ, TV കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ. ഉറങ്ങിയതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. ഞാൻ ഉറക്കം എണീറ്റ് വന്നപ്പോൾ ഇതാ കിടക്കുക കേട്ടോ. ചേർത്ത് എണീത്തിയും സെറ്റിയുമ്പോൾ കിടന്നു. സെറക്കുട്ടി ഉറങ്ങിയിട്ടില്ല, ഇവക്കുട്ടി ഉറങ്ങിപ്പോയി. അപ്പുറത്ത് നിന്ന് കിടക്കാൻ പറഞ്ഞാൽ കിടക്കില്ല. സെറ്റിയമ്മ കിടക്കുന്നത് ഇവക്കുട്ടിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഉറങ്ങട്ടെ എന്ന് കരുതി. അങ്ങനത്തെ പിന്നെ കണ്ടോ, നമ്മുടെ മഴയൊക്കെ പെയ്തിട്ട് നല്ല വൈബാണ്. പക്ഷെ വൈബ് കുറഞ്ഞു കേട്ടോ, കാരണം ആ തോട്ടത്തിലുള്ള വാഴയും കാര്യങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ ആ പച്ചപ്പും ഹരിതാപവും ഒക്കെ നമ്മുടെ കുറയും ഇനിയല്ലേ. എന്ത് പറയാനാന്നേ, ഓണർ വെട്ടിയാലും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ അകത്തേക്കൊന്ന് അടുത്ത പണിയിലേക്ക് പോവാം. പുറത്ത് നല്ല അടിപ്പൻ മഴ കേട്ടോ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഞാനിപ്പോൾ രാവിലെ ഇവർക്ക് ഇതായിരുന്നു, എനിക്ക് നൂഡിൽസ് ആയിരുന്നു. ഇവ ഫുഡ് കഴിച്ച് ചോറ്, പിന്നെ അതുപോലെ ചപ്പാത്തി കാര്യങ്ങളായിരുന്നു. അപ്പം രാത്രി ഞാൻ കരുതി വെജിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി. സമയമായിട്ടുള്ള ഒരു 6 മണിയൊക്കെ ആവുന്നുള്ളൂ. അപ്പം ഞാൻ കരുതി വെജ് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, നമ്മൾ ഫ്രീ ആയല്ലോ.
അങ്ങനെ ഇത്രയും പെട്ടെന്ന് പണി തീർക്കുന്നു, അത്രയും പെട്ടെന്ന് വെറുതെ ഇരിക്കുക. 9:30 തൊട്ടിട്ട് ഞങ്ങൾ എല്ലാവരും തിരക്കും. അപ്പൊ അതേ വെജ് ഉപ്പാവിന് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇടുന്നുണ്ട്, കുറച്ച് തക്കാളി ഉണ്ട്, കുറച്ച് സവാള ഉണ്ട്. എൻ്റെ അടുത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ സാധാരണ ബീൻസ് ഇടും. അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവില്ലേ? പണ്ടൊക്കെ നമുക്ക് എനിക്ക് ഉപ്പുമാവെന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ ഇഷ്ടമാണെന്ന് എന്താണെന്നറിയില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം ഇഷ്ടമാണ്. അപ്പം എനിക്ക് വെക്കുന്ന ഫുഡ് എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നതാണ് അതിന്റെ അർത്ഥം അല്ലേ? അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഉപ്പുമാവിന്റെ പൊടി. അപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഈസി ആയിട്ട് കഴിയും. അപ്പൊ നമുക്കൊരു ഹെൽത്തി ആയിട്ടൊരു ഉപ്പാവ് പിള്ളേർക്ക് ഉണ്ടാക്കിക്കൊടുക്കും. കാരണം ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇവരുടെ അകത്തേക്ക് പോകാൻ ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പാവ് ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് പോയിക്കോളും, ടേസ്റ്റിൽ അവർ കഴിച്ചോളും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോ രാത്രി ഒന്നും കഴിക്കുന്നില്ല, ഒരു ചായ കുടിച്ചിട്ട് നിർത്തും. രാത്രി വലിയ കുഴപ്പമൊന്നുമില്ല, വിശക്കില്ല. രാവിലെ ഒക്കെ നന്നായിട്ട് വെച്ചടിച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ്. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് വോയിസ് ഓവർ ചെയ്യാം. പുറത്തൊക്കെ നല്ല മഴ കേട്ടോ. ഇപ്പൊ വേനൽ മഴയാണോ അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ മഴക്കാലം ആയോ ഒന്നും അറിഞ്ഞൂടാ, നല്ല മഴയുണ്ട്. പിന്നെ നമ്മളുടെ വീഡിയോയിൽ കാണിച്ചായിരുന്നു കുട്ടി അപ്പുറത്തെ എല്ലാം കാടും കാര്യങ്ങളൊക്കെ വെട്ടി കുറെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആക്ച്വലി നല്ലൊരു വൈബായിരുന്നു കേട്ടോ, നല്ലൊരു ഓക്സിജനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ എന്തോ വരാൻ നിൽക്കുന്നുണ്ട്, അപ്പൊ അതും വെട്ടി. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ പച്ചപ്പൊന്നും ഇനി ഇവിടെ പ്രതീക്ഷിക്കേണ്ട, എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണല്ലേ എല്ലാത്തിനും ഒരു നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ബാലൻസ് തെറ്റുമ്പോൾ ശരിക്കും ഭയങ്കര വെയിലാണ് പഠിക്കുന്നത്, നല്ല ചൂടും കൂടിയിട്ടുണ്ട്. മഴ കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര ചൂടും, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ കൂടുതൽ ചേച്ചി കത്തി 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 വെച്ചിട്ട് നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഉപ്പാവ് റെഡിയാക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. ഈ ഉപ്പുമാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്ക് എൻ്റെ അമ്മൂമ്മ ഏറ്റവും കൂടുതൽ അധികം ഉണ്ടാക്കുന്ന ഒരു എന്താ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നല്ല കാര്യം പുട്ട് ഉപ്പുമാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോസ്റ്റു ഫീലിംഗ് വരും. പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഫുഡായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് അടിക്കുന്നില്ല, ബോറായി പോവും. എനിക്കിഷ്ടമാണ് ഇപ്പം. അപ്പോൾ അതിലിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, ക്യാരറ്റ് അല്ല തക്കാളി ഇട്ടിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ സവാള ഇട്ടിട്ടുണ്ട്. അത് വഴറ്റുന്നത് നെയ്യിലാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് ക്യാരറ്റ് കുറച്ച് അധികം ഇടും. കാരണം കുട്ടികളും ഞാനെല്ലാം കഴിക്കേണ്ട ഫുഡ് നമുക്ക് എല്ലാവരും കഴിക്കും, എന്നാലും കുറച്ചും കൂടി ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം ഇടും, ഞാൻ എന്ത് വേണമെങ്കിലും ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവിൽ ഇങ്ങനെ കുറേ വെജിറ്റബിൾസ് ഇട്ട് കഴിക്കുന്നത്. പിന്നെ അട്ടാണിയും കാര്യങ്ങളൊന്നും ഇല്ല, അതൊന്നും നമ്മുടെ അടുത്ത് ഇരിക്കുന്നില്ല. അപ്പം ഉള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. എന്നിട്ട് അതിങ്ങനെ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്യാൻ വെക്കുക. അധികം കുക്ക് ചെയ്യേണ്ട കേട്ടോ, വെജിറ്റബിൾസിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളെല്ലാം പോവും ഓവർ കുക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന്, അതായത് ചെറുതായിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചിട്ടേ ഉള്ളൂ, അധികം വെള്ളം തിളപ്പിക്കേണ്ട, ഞാൻ ചെറുതായിട്ട് തിളപ്പിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, തിളയ്ക്കാൻ വേണ്ടി വെക്കും. തിളച്ചതിന് ശേഷം നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ സ്വന്തം നമ്മുടെ വറുത്ത റവ അതിലേക്ക് ഇടും. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, റവയ്ക്ക് ഇങ്ങനെ വറക്കുമായിരുന്നു, എന്നിട്ടാണ് ഉപ്പുമാവിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ വറുത്ത റവയ്ക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അവൈലബിൾ അല്ലേ. അങ്ങനത്തെ കണ്ട നമ്മുടെ ഉപ്പാവ് റെഡി. ഉപ്പാവ് അല്ല, ഇതിപ്പോൾ ക്യാരറ്റ് ഉപ്പുമാവെന്ന് വേണം പറയാൻ, കുഴപ്പമില്ല. അങ്ങനെയെങ്കിലും ക്യാരറ്റ് കുട്ടികളുടെ അകത്തേക്ക് പോട്ടെ. അപ്പം ഏകദേശം രാത്രിയിലത്തേക്കുള്ള ഡിന്നറും തയ്യാറാക്കി. അപ്പം പാതി മുക്കാലും പണി കഴിഞ്ഞു കേട്ടോ. അപ്പം പിന്നെ ഇനിയിപ്പോൾ എനിക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ ഉണ്ട്. മഴയുള്ളപ്പോൾ നമുക്കൊരു കോഫി ഒഴിച്ചുകൂടാൻ പറ്റുമോ? ഇല്ല. പുറത്ത് നല്ലൊരു മഴയുടെ ഒരു വൈബ്. അപ്പം നമ്മളൊരു കട്ടൻ കാപ്പി കുടിക്കാണ്ട് പിന്നെ എന്തൊരു ത്രില്ലാണല്ലേ. അപ്പം ഞാൻ കരുതി നല്ല നെസ്കഫേയുടെ നല്ല ചൂട് കട്ടൻ കാപ്പിയും പിന്നെ പഴംപൊരി വേണം. പക്ഷെ പഴംപൊരിക്ക് പഴമില്ല, പിന്നെ പൊരിക്കാനുള്ളതൊന്നും ഇപ്പം തൽക്കാലത്തേക്ക് വയ്യ, മടി. അപ്പം ഞാനിപ്പോൾ പിള്ളേരോട് പറഞ്ഞു കട്ടൻ കാപ്പി മതിയെന്ന് പറഞ്ഞു. അപ്പം കട്ടൻ കാപ്പി കുടിച്ചിട്ട് നമുക്ക് പുറത്ത് നിന്നിട്ട് കുറച്ച് നേരം വൈബ് കാണാം. പക്ഷേ അനില്ലേ പക്ഷേ ഞാൻ ഓടി ചെന്നിട്ട് മഴ കണ്ട് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും മഴയും കാര്യങ്ങളും എല്ലാം ഏകദേശം തീർന്നിട്ടുണ്ടായി. അതിന് പകരം ഭയങ്കര ചൂട്. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ കരുതി ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കാപ്പി കുടിക്കാമെന്ന് കരുതിയതാണ് ഞാനും യുവക്കുട്ടിയും. പക്ഷെ ഞങ്ങൾ അധികം നേരം ഇരുന്നില്ല കേട്ടോ. കാരണം ആ മഴ അങ്ങ് മാറുകയും ചെയ്തു, അതിൻ്റെ ഒപ്പം തന്നെ നല്ല ചൂടും വന്നു. പിന്നെ അവിടെ അധികം നേരം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇനി അടുത്ത പരിപാടി നോക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. ഹലോ, അപ്പൊ നമ്മുടെ വീഡിയോന്റെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളെല്ലാവരും ഇപ്പം ഫാമിലി ടൈം ആണെന്ന് വേണം പറയാൻ. സമയം 10:30 ഞാനുണ്ട്, ഇവയുണ്ട്, സെറയുണ്ട്, പിന്നെ നമ്മളുടെ സാം എന്റെ ചെവിയിലുണ്ട്. സാം ഒരു ഹായ് പറയാവോ? ഹായ് ഫ്രം സാം. അപ്പൊ വേറെ ഒന്നല്ലട്ടാടാ, എന്താ പ്രശ്നം, ഇതെന്താ കാര്യം എന്നറിയാം. ഞങ്ങളുടെ ഒരു അസ് ടൈമാണിത്, എൻ്റെ സെറയുടെ. പിന്നെ ഇവക്കുട്ടി ബിസിയാണ്. അപ്പൊ ഇത് മെമ്മറി ഗെയിം ആണ് കേട്ടോ. അപ്പം ഈ കാർഡിൽ നിറച്ചു കണ്ടോ,
ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഫൺ സ്കൂളിന്റെ ഒരു സംഭവമാണ്, ഇത് പ്രൊഡക്റ്റ് ആണിത്. സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടോ, ഇതിന് ഒരുപാട് ഇങ്ങനെ ലാമ്പ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ കുറെ ആൽഫബറ്റ്സ് ഉണ്ട്, പിന്നെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്, ആനിമൽസ്, ബേർഡ്സ് ആൻഡ് എല്ലാ കാര്യങ്ങളും ഈ സംഭവത്തിലുണ്ട്. അപ്പൊ നമ്മൾ ഇതിലിങ്ങനെ ഏറ്റവും കൂടുതൽ സെയിം, അതായത് ഇപ്പം ഇതിലിപ്പോ ഡോൾഫിൻ ആണെങ്കിൽ വേറെ 2-3 ഡോൾഫിനോ അല്ലെങ്കിൽ ഡി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിലുണ്ടാവും. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യണത് ആരാണോ അവരായിരിക്കുള്ളൂ വിന്നർ. ഇപ്പൊ ഞാനിപ്പോ ഡോൾഫിനെ ചൂസ് ചെയ്തു, ടെഡീനെ ചൂസ് ചെയ്തു. അപ്പൊ ഇനി സെയിം അതെ, ഇപ്പം 7 തന്നെ കിട്ടണം എന്നില്ല, അതിന് പകരം 7 നമ്പറിൽ എന്തെങ്കിലും കിട്ടിയാലും മതി, അത്ര കൗണ്ട് ആയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി. അപ്പം അങ്ങനെ ഒരുപാട് ചൂസ് ചെയ്യണത് ആരാണ് അയാളാണ് വിന്നർ. അപ്പൊ ഇതിന് എനിക്ക് കളിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ ഈ സഹോദരി 24 മണിക്കൂറും ടിവിയിലോ മൊബൈലിലോ ആണ്. അപ്പൊ നമുക്ക് ഇയാളെ കൂടെ അവിടെ നിന്ന് കൊണ്ടുവരണ്ടേ. അപ്പൊ ഇതാണെങ്കിൽ കുറച്ച് കോൺസെൻട്രേഷനും കുറച്ച് നമ്മുടെ എന്താ പറയണത് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു ഗെയിമാണിത്. അപ്പൊ ഞാൻ അത് ഇവിടെ കൊണ്ട് കുറച്ച് നേരം എടുത്ത് കളിപ്പിക്കാന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും രാത്രി എന്തെങ്കിലും ഒരു പരിപാടി ഇങ്ങനെ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. അല്ലാതെ ഫോണിൽ നിന്നോ ടി വിയിൽ നിന്നോ അങ്ങനെ വിളിച്ചിട്ട് ഞാൻ പോയില്ല കേട്ടോ കിടത്തി ഉറക്കാൻ. അപ്പം ഇന്നത്തെ പരിപാടി ഇതാണ്. ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഫൺ സ്കൂളിന്റെ മെമ്മറി ഗെയിമാണ് കേട്ടോ. ഇത് കൊച്ചു കുട്ടികളുടെയാണ്, പക്ഷെ പുള്ളിക്കാരത്തി ഒന്ന് ഈ കുറച്ച് ഇതിലേക്ക് ചെയ്തോട്ടെ എന്ന് കരുതി, ഫോക്കസ് ചെയ്തോട്ടെ എന്ന് കരുതി. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ ഞാനും കൂടെ കളിക്കാമെന്ന് കരുതി കൂടെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് കൈൻഡ്ലി പ്ലീസ് ഡു like and subscribe. Bye bye.